അധികം നാളായിട്ടില്ല നമ്മളിങ്ങനെ ഇരുന്നിട്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അണ്ണാ ഞാൻ ആ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എന്തോരം കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്രയും സപ്പോർട്ട് ചെയ്ത എന്നെ അടക്കം പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പൊ അണ്ണന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അണ്ണനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാനടക്കം വിളിച്ചിട്ട് അണ്ണനോട് പറഞ്ഞു, അണ്ണാ പേടിക്കണ്ട, നമ്മളെല്ലാവരും കൂടെയുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം അണ്ണന്റെ ഒരു വീഡിയോ വന്നത് അത് ഡോക്ടർക്ക് അബദ്ധം പറ്റിയാണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ തന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മനസ്സിലാവും അത് നുണയാണെന്ന്. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. സപ്പോർട്ട് ചെയ്യുന്നവരെ വരെ ശത്രുക്കളാക്കുന്ന ഒരു രീതിയല്ലേ അത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഞാൻ ഒരു 4-5 മാസമായി കേൾക്കുന്നത്. ഞാൻ ഫീൽഡ് ഔട്ടായി, ആറാട്ടന്റെ കാലം കഴിഞ്ഞു. അതൊരു സത്യം മാത്രം. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊന്നും ഇല്ല. ഇത് കേട്ട് കേട്ട് മടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊന്നും ഇല്ല. ഇത് കേട്ട് കേട്ട് മടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. പണ്ടും ഇതേപോലെ ഡൗൺ ആയിരുന്നു. പണ്ട് ഇതേപോലെ സംഭവം നിത്യമീനോസി വന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇതേപോലെ പെരേര കാണിച്ചിട്ട് കള്ള കല്യാണം നടത്തിയ ആളാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതിയേ. ഇത് കുറച്ച് കൂടിപ്പോയി. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്